ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഗംഭീര തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമ്പും ചൂടും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്നൊരു ഇതുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കണ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ മറ്റേ മഞ്ഞക്കോര എന്നൊക്കെ പറയില്ലേ, കിളിമീൻ എന്നൊക്കെ പറയണ ആ മീനായിരുന്നേ. അപ്പോൾ അതിങ്ങനെ മസാല ഒക്കെ അരച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങ ഒന്നും ആക്കിയില്ല. മുളകിടണ പോലെ തന്നെ തക്കാളിയും സബോളൊക്കെ വഴറ്റി അത് മിക്സിയിൽ അരച്ചിട്ട് അതങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ മീൻ പെട്ടെന്ന് തന്നെ കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പത്തിരി തന്നെ ആയിരുന്നു. ഇന്നും പത്തിരി ഉണ്ട്. എന്നാലും ഒരിത്തിരി ചോറൊന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മീൻ കിട്ടിയ കാരണമാണ്. അപ്പോൾ ഇത് പൊരിക്കുക നല്ല എരിവിൽ മുളകിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ യാത്രയുടെ കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ. സ്കൂളിൽ മാർഗ്ഗദീപം സ്കോളർഷിപ്പിന് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ആണ് അറിഞ്ഞത്. ടീച്ചർ പെട്ടെന്ന് പറയുക ചെയ്തത് വെള്ളിയാഴ്ചക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതിനും പോകണം. അപ്പോൾ കറിയുടെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേ വണ്ടി കാത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ വേണം, അക്കൗണ്ട് ചേരണം. അപ്പോൾ കുട്ടികൾക്കൊന്നും അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പോവാൻ നല്ല മടിയുണ്ട്, കാരണം നല്ല ചൂടല്ലേ പുറത്ത്, പിന്നെ നോമ്പും ഒക്കെ ആയിട്ട്. എന്നാലും പിന്നെ പോകേണ്ട കാര്യങ്ങൾക്ക് പോകാണ്ടിരിക്കുന്നിട്ടും കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഒരു കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ കൊറിയർ അയക്കണ വേറൊരു പേപ്പറല്ല, ഒരു കവർ ഉണ്ടാവില്ല, ഇങ്ങനെ തുണിസഞ്ചി പോലത്തെ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് അത് പറ്റില്ല, മറ്റേ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കവർ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ബാങ്കിലേക്ക് അക്കൗണ്ട് ചേരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് 4 മണിയാവാനായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ബാങ്കിൽ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതെ ഇനിയിപ്പോൾ ഇന്ന് ഉള്ളി ബജിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, വല്ലാണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇനിയിപ്പോൾ ടൈമുമില്ല. 4 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പോന്നിട്ടുള്ളത് തന്നെ. പിന്നെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് നേരമാവുകയും ചെയ്ത്. പിന്നെ കടയിലൊക്കെ കയറിയിട്ടാണല്ലോ വന്നത്. പിന്നെ പോയി വന്നപ്പോൾ ഇനിയിപ്പോൾ ഇത് പണികളൊക്കെ പെട്ടെന്ന് കഴിയില്ലേ എന്നുള്ളൊരു വെപ്രാളം ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുന്ന സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പച്ച തണ്ണിമത്തനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്രാവശ്യം പിന്നെ മഞ്ഞാക്കിയിട്ടാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കറുപ്പ് മുന്തിരി. മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, പച്ചവെള്ളം പോലെ ആയിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പുളി ഇല്ലെങ്കിൽ പിന്നെ കഴിക്കാമല്ലോ. പിന്നെ മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ബജി മുളകും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചു വന്നപ്പോഴാണ് പാതു പറയണത് എനിക്കൊന്നും വേണ്ട ബജി മുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എരിവില്ലാണ്ടൊക്കെ ഉണ്ടാക്കി തരാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കഴിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉള്ളി ബജിക്കുള്ളതൊക്കെ പെട്ടെന്ന് ആക്കുകയാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മളും ചെയ്യണത്. പിന്നെ നേരം വൈകിട്ട് വെപ്രാളടിച്ച് ചെയ്യുമ്പോൾ ചെയ്യണതൊക്കെ അബദ്ധം എന്ന് പറഞ്ഞ പോലെ ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പത്തിരിക്ക് വാട്ടാൻ വെച്ചത് ചായപാത്രത്തിലാണ്. പെട്ടെന്ന് ചായ വെക്കണ പോലെ വെള്ളം വെച്ച് ചായപാത്രത്തിൽ. ഇനിയിപ്പോൾ അത് മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് മടിച്ചിട്ട് അതിൽ തന്നെ പൊടിയിട്ട് ഒരിത്തിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് അതിൽ പൊടിയിടുക ചെയ്യാറ്. ഇന്നിപ്പോൾ വെപ്രാളം പിടിച്ചിട്ട് ചെയ്യണ കാരണം അത് മാറ്റിയിട്ടും ഉണ്ടായിരുന്നില്ലേ. പിന്നെ കുറച്ച് പാലൊക്കെ ഒന്ന് തിളപ്പിക്കാനുണ്ടായിരുന്നു നമുക്ക് സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മിൽക്ക് സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ച പാൽ നേരെ എടുക്കാറില്ല, ഒന്ന് തിളപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് അങ്ങനെ എടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടാറുള്ളൂ. നേരെ നമ്മൾ ജ്യൂസ് അടിക്കാൻ എടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്.
അങ്ങനെ അതേ പത്തിരിയൊക്കെ ഒന്ന് കണ്ടാലറിയാം ഒരിത്തിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, നേരെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. ഇന്നാണെങ്കിൽ നമുക്ക് നോമ്പില്ലാത്ത കുറച്ച് ആൾക്കാരാണ് നോമ്പ് ഇറക്കാനുള്ളത് കേട്ടോ, ഈ കുട്ടിപ്പട്ടാളങ്ങൾ. പനിയത്തിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പനിയത്തിയുടെ മോനുണ്ട് കേട്ടോ, അവനുണ്ട്. ഫയ്യക്കുട്ടീൻ്റെ, അവർക്ക് രണ്ടാൾക്കും നോമ്പില്ല, കുട്ടികളല്ലേ അവർ രണ്ടാളും. അപ്പം അതിൻ്റെ ഇടയിൽ പത്തിരിയുടെ പൊടി കൊടുക്കാനൊക്കെ ആയിട്ട് അവർ അടുക്കളയിലുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നല്ല രസമാണല്ലോ. അവരാ ഒരു വെപ്രാളവും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നല്ല രസം തന്നെയാണല്ലേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം കലക്കിയത്, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഇന്ന് പിന്നെ തിരക്കും കൂടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.